കാശ്മീരിലെ പെഹൽഗാവ് ആക്രമണം. അക്രമി സംഘം പെഹൽഗാവ് എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തിച്ചെത്തി. അവർ ഓരോരുത്തരോടായി അവരുടെ മതം ചോദിച്ചു. ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന്. മുസ്ലിങ്ങളെ വെറുതെ വിട്ടു, സ്ത്രീകളെ വെറുതെ വിട്ടു, ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു. ഭാരതത്തിലെ മിക്ക സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ജമ്മു, ഡൽഹി, ഹരിയാന, ഇന്ത്യയിലെ ഒരുവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനത്തു നിന്നും, അതായത് 90% സംസ്ഥാനങ്ങളിൽ നിന്നും ഒരാളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നും രാമചന്ദ്രൻ. പിന്നെ വധിക്കപ്പെട്ടത് നേവൽ ഓഫീസറായ വിജയ് നർവാൾ. വിജയ് നർവാളിൻ്റെയും ഹിമാൻഷു നർവാൾ എന്ന അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് വെറും ഒരാഴ്ച മാത്രമേ ആയുള്ളൂ. ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണ് പെഹൽഗാമിൽ. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന്. തൻ്റെ പതിയുടെ മൃതദേഹത്തിൻ്റെ അരികിൽ നിസ്സഹായയായി അവൾ ഇരുന്നു. ഈ നിരപരാധികൾ എന്ത് തെറ്റാണ് ചെയ്തത്? അതേപോലെ തന്നെ ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നു, മഞ്ജുനാഥ് റാവുവും പല്ലവിയും. അവരുടെ മകൻ അഭിനയ. അവർ ഒന്നിച്ച് യാത്ര ചെയ്തു. യാത്ര ചെയ്ത സമയത്ത് ഭീകരർ ആക്രമണം ഉണ്ടായി. അദ്ദേഹത്തെ ഭീകരർ വധിച്ചു. മഞ്ജുനാഥ് റാവു എന്ന ബിസിനസ്മാനെ ഭീകരർ വധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പല്ലവി എന്നെ കൂടി കൊല്ലൂ എന്ന് ആക്രോശിച്ചു ഭീകരരോട്. എന്നാൽ അവർക്ക് കിട്ടിയ മറുപടിയോ, നീ നിന്റെ മോദിയോട് ചെന്ന് പറ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇതൊക്കെ അവൻ അറിയണം, ഇത് ഞങ്ങളുടെ മറുപടിയാണ്. ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ എല്ലാവരും വധിച്ചതിന് ശേഷം ഭീകരർ അലറി വിളിച്ചു. അവർ മോദിയോട് ചെന്ന് പറഞ്ഞു. ഇപ്പോൾ മോദി മറുപടി കൊടുക്കുന്നു. പാകിസ്ഥാന് ചുട്ട മറുപടി. സിന്ധു നദീജല കരാർ റദ്ദാക്കി. ചില ഭീകര താവളങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചു. എന്നാൽ യുദ്ധത്തിലേക്ക് പോകുമോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. അക്രമികളുടെ ലക്ഷ്യം ഇന്ത്യയിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എന്നതായിരുന്നു. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക പാകിസ്ഥാൻ ലക്ഷ്യം. എന്നാൽ അത് നടന്നില്ല. അതായത് ഇന്ത്യ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ എക്കണോമിയിലൊന്ന്, ഏറ്റവും വലിയ 4ാമത്തെ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്ക, ചൈന, റഷ്യ, അതിനുശേഷം ഇന്ത്യ എന്ന് പറയത്തക്ക രീതിയിൽ ഇന്ത്യ വളർന്നു. നമ്മളെ കോളനിവൽക്കരിച്ച ബ്രിട്ടീഷുകാരെക്കാളും പോർച്ചുഗീസുകാരെക്കാളും ഫ്രഞ്ചുകാരെക്കാളും എത്രത്തോളം വലുതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്നത്. അതിൽ അസൂയപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോൾ ഒന്നുമില്ല. പട്ടിണി പരിവട്ടമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട അവർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചാൽ ഇവിടെ ഒരു വലിയ ലഹളയുണ്ടാക്കും. ഇവിടെ ഒരു വലിയ ലഹള ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി. അതായിരുന്നു അവർ ലക്ഷ്യം. എന്നാൽ ലക്ഷ്യം നടന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പക്വതയോടെയാണ് പെരുമാറിയത്. ഇത്തവണ സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും പക്വതയോടെ പെരുമാറി. പാകിസ്ഥാനെതിരെ വലിയ നിലപാടെടുത്തു എല്ലാ പാർട്ടിക്കാരും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, നമ്മുടെ മോദിജിക്ക് നല്ലൊരു പിന്തുണ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇതാ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. ഡ്രോണും ഷെല്ലാക്രമണങ്ങളും ഒക്കെയായി പാകിസ്ഥാനെ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധമുണ്ടാവുക ഏറ്റവും വലിയ ചോദ്യമാണ്. യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം യുദ്ധമുണ്ടായാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ പിന്നോട്ടാകും. ഇപ്പോൾ നമ്മൾ നോക്കുക, റഷ്യ യുക്രൈൻ വാർ. ആ യുദ്ധം ഇരു രാജ്യങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ എത്ര ശക്തമായ രാജ്യമാണെന്ന് പറഞ്ഞാലും യുദ്ധം ചെയ്യുമ്പോൾ അവർ ചെറുത്ത് നിൽക്കും. യുദ്ധം നീണ്ടു പൊക്കോണ്ടിരിക്കും. ഇപ്പം അത് ഇസ്രായേൽ, ഗാസ എന്ന് പറഞ്ഞ ഭാഗം ആകെ 20-30 കിലോമീറ്റർ ചെറിയൊരു സ്ട്രിപ്പ് മാത്രമാണ്. ആ മാപ്പ് കേട്ടാൽ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തോപ്പിക്കാം. എന്നാൽ അവർ ചെറുത്ത് നിന്നു. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അത് സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. അതുകൊണ്ട് ഒരു നേരിട്ടുള്ള യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നു എന്നാണ് വാർത്ത വരുന്നത്. എന്നിരുന്നാലും അവർ ചെറിയ ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും നടത്താൻ സാധ്യത കൂടുതലാണ്. കാര്യം സാമ്പത്തികമായ ഞെരുക്കമുണ്ട് അവരുടെ രാജ്യത്തിന്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയും തുർക്കിയുമാണ്. ചൈന ഒരു നന്ദിയില്ലാത്ത രാജ്യമാണ്. അതായത് ചിയാൻ കൈഷക്, ചൈനയുടെ ഒരു സമയം പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയും റിപ്പബ്ലിക് ഓഫ് ചൈനയും ഉണ്ടായിരുന്നു. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് നെഹ്റു ഒന്ന് സപ്പോർട്ട് ചെയ്തത്. ചിയാൻ കൈഷകിനെ സപ്പോർട്ട് ചെയ്തില്ല. അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന, ഇന്നത്തെ തായ്വാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചൈന ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുകയും
ഇന്ത്യയെ ആക്രമിക്കുകയും അക്സായ് ചിൻ എന്ന ഭാഗം അവർ കൈക്കലാക്കുകയും ചെയ്തു. അരുണാചലിന്റെ അടുത്ത് വരെ എത്തിയെങ്കിലും പിന്നീട് പിന്മാറി. അക്സായ് ചിൻ ഇന്നും അവരുടെ കയ്യിലാണ്. ചൈന അന്നും ഇന്നും നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ. ചൈനയാണ് ഇപ്പോൾ പ്രധാനമായും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർ കൊടുക്കുന്ന മിസൈലുകളും ഡ്രോണുകളും ക്വാളിറ്റി വളരെ കുറഞ്ഞതാണ്. നമ്മൾ പാട്ടയ്ക്കകത്ത് കരിയോയിൽ അല്ലെങ്കിൽ പാട്ടയ്ക്കകത്ത് വെടിമരുന്ന് നിറച്ച സാധനങ്ങളാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. എന്നിരുന്നാലും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നമ്മുടെ അമേരിക്ക, ട്രംപിൻ്റെ അമേരിക്ക, പുടിൻ്റെ റഷ്യ, ഇസ്രായേൽ എന്ന പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കുന്നു. അതിൻ്റെ കാരണം നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നയതന്ത്രം വളരെ മികച്ചതാണ്. എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു സ്മൂത്ത് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം ഇത് യുദ്ധമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത് അധികം നീണ്ടുപോകില്ല. മാത്രമല്ല പാകിസ്ഥാന് വേറൊരു വിഷയം കൂടെ, ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ, ഒരു യുദ്ധം വരികയാണെങ്കിൽ പാകിസ്ഥാൻ പല കഷ്ണങ്ങളായി മാറും. ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി മാറും, സിന്ധു ഒരു രാജ്യമായി മാറും. ഈ പാകിസ്ഥാനും ഇന്ത്യ പോലെ പല പല സംസ്കാരങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇപ്പം പാകിസ്ഥാനിലെ ലാംഗ്വേജ് ഉറുദു ആണെങ്കിലും കൂടുതൽ ആൾക്കാർ എത്തിനിസിറ്റി പഞ്ചാബീസാണ് അവിടെ മൊത്തം ഭരിക്കുന്നത്. മാത്രമല്ല ഖൈബർ പക്തൂൺഖ്വ എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ നിയന്ത്രണം പോലില്ല. ഈ പഷ്തൂൺ ഏരിയകളിലൊന്നും ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു നിയന്ത്രണമില്ല. അതേപോലെ ബലൂചിസ്ഥാൻ ഒരു യുദ്ധമുണ്ടായ ഒരുപക്ഷെ പാകിസ്ഥാൻ 4 രാജ്യമായി മാറിയേക്കാം. ബാക്കിയുള്ള കാശ്മീർ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗമായേക്കാം ഒരു യുദ്ധമുണ്ടായാൽ. അതുകൊണ്ട് ഒരു യുദ്ധമുണ്ടാകാൻ ഒരിക്കലും പാകിസ്ഥാനെ ആഗ്രഹിക്കാൻ സാധ്യതയില്ല. ശരി, യുദ്ധം നീണ്ടുപോയേക്കാം, 1-2 വർഷം കൂടിപ്പോയാൽ. ഈ 2 വർഷത്തിനുള്ളിൽ ഈ ഞാൻ പറഞ്ഞ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല പട്ടിണി കൊണ്ട് നട്ടം തിരിയാണ് പാകിസ്ഥാൻ. അപ്പോൾ യുദ്ധവും കൂടെ ഉണ്ടായാലും ജനങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി ഒരുപക്ഷെ ആ രാജ്യത്തെ തകർന്നു. യുദ്ധമുണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ട് വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ 1947 യുദ്ധം ഉണ്ടായി, 47-48, അന്ന് കാശ്മീരിന് വേണ്ടി. അന്ന് അവർ പരാജയപ്പെട്ടു. പിന്നീട് 65 ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായ സമയത്ത് അവർ വിചാരിച്ചു അദ്ദേഹം ദുർബലനാണ്. എന്നാൽ അദ്ദേഹം നെഹ്റുവിനേക്കാൾ ശക്തനായിരുന്നു. തിരിച്ചടിച്ചു ലാഹോർ വരെ പിടിച്ചെടുത്തു. അതിനുശേഷം താഷ്കൻ കരാർ വഴി തിരിച്ച് അദ്ദേഹം ലാഹോർ പ്രദേശങ്ങൾ അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ മരണം ദുരൂഹമായിരുന്നു. അതിനുശേഷം 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അതിലും അവർ പരാജയപ്പെട്ടു. നിരുപാധികം കീഴടങ്ങി. ബംഗ്ലാദേശ് പുതിയ രാജ്യമാവുകയും ചെയ്തു. പിന്നെ 1999 കാണ്ഡഹാർ യുദ്ധവും, അതിലും അത് യുദ്ധമെന്ന് പറയാൻ പറ്റില്ല, വിമാനറാഞ്ചലായിരുന്നു അതിലും. എന്നിരുന്നാലും യുദ്ധത്തിൽ 1965-60 സമയങ്ങളിൽ പാകിസ്ഥാൻ്റെ കൂടെ അമേരിക്ക സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സപ്പോർട്ട് പാകിസ്ഥാനായിരുന്നു. എന്നിട്ടും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഇന്ന് ആകെയുള്ള ചൈനയും തുർക്കിയും മാത്രമാണ്. ചൈന പിന്നെ ഒരു ബിസിനസ് രാജ്യമാണ്, കൈവിട്ട് കളിക്കത്തില്ല. കാര്യം ചൈനീസ് പ്രൊഡക്റ്റ് എല്ലാം വിറ്റഴിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ 150 കോടി വലിയ മാർക്കറ്റ് തന്നെയുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ചൈന ഒരു പരിധി വരെ വിട്ട് കളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ബിസിനസ് നഷ്ടം തന്നെയാണ്.